നമസ്കാരം. റാഫ്റ്റ് ഓഫ് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സുഖം. അതിഗംഭീരമായിട്ടുള്ളൊരു പെർഫോമൻസാണ് സ്പെയിന് ഫ്രാൻസിന് മേൽ കാഴ്ചവെച്ചിരിക്കുന്നത്. എല്ലാ സംശയങ്ങളെയും ദൂരീകരിച്ചിരിക്കുന്നു. ഏതായാലും ആ മനോഹരമായ കളി വിലയിരുത്താൻ വേണ്ടി നമ്മോടൊപ്പം കളി നിരീക്ഷകൻ ഷിയാബ് സാർ ഉണ്ട്. വെൽക്കം ഷിയാബ് സാർ. മനസ്സ് നിറച്ചൊരു കളിയാണ് സ്പെയിന് നടത്തിയിരിക്കുന്നത്. ഫ്രാൻസിനാണ് എല്ലാവരും എഡ്ജ് പറഞ്ഞിരുന്നത്. ഒരു എഡ്ജും ഇല്ല, ഫ്രാൻസ് ഒന്നുമല്ല എന്ന് തോന്നിച്ച കളിയാണ് സ്പെയിൻ നടത്തിയത്. എന്ത് പറയുന്നത്? സ്പെക്ടാക്കുലർ ഇമ്മാക്കുലേറ്റ് പെർഫോമൻസ് സ്പെയിൻ, അത്രേ പറയാനുള്ളൂ. കാരണം നമ്മൾ ഇന്നലെ പ്രിവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് രണ്ട് ടീമുകളുടെ സാധ്യത എന്നുള്ളത്, സ്പെയിൻ്റെയും ഫ്രാൻസിൻ്റെയും സാധ്യതകൾ എങ്ങനെയാണെന്നുള്ളത്. അതിൽ ഫ്രാൻസിന് നമ്മൾ എഡ്ജ് കൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഫ്രഞ്ചിന്റെ ആ ഒരു മാരകമായിട്ടുള്ള ആക്രമണത്തിനെ കൊണ്ടാണ്. പക്ഷെ നമുക്ക് ഈ കളിയിൽ നിന്ന് മനസ്സിലായ സംഭവം എന്ന് വെച്ചെങ്കിൽ ഒരു ടീം എത്ര തന്നെ ആക്രമണത്തിന് മാത്രം ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു ഇതുപോലുള്ള ടീമിനായിട്ടും ജയിച്ചു കയറാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പൊ സ്പെയിനിന്റെ സാധ്യത നമ്മൾ പറഞ്ഞു ഇതേപോലെ തന്നെ എങ്ങനെയാണ് ഫ്രാൻസിന്റെ ഈ ലീഡറായിട്ടുള്ള ആക്രമണം വരെ എങ്ങനെ മിഡ്ഫീൽഡിൽ നിന്ന് എങ്ങനെയാണ് ആ നിപ്പിറ്റ് ഇൻ ദ ബഡ് നമ്മൾ പറഞ്ഞു. അപ്പൊ അതങ്ങനെ ഉള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തടഞ്ഞ് ആക്ച്വലി എന്താ പറയാ സ്പെയിൻ ആ വിടവിൽ കൂടി ഗോൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പെയിന്റെ സാധ്യതകൾ പറഞ്ഞിരുന്നു ഒരിക്കലും തള്ളി കളയാൻ പറ്റൂല. അപ്പോൾ അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇന്നലെ കളി കഴിഞ്ഞിട്ട് ലൂയിസ് ദി ലാഫ്യൂണ്ടെ പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങൾ കളിച്ചത് മികച്ചൊരു ടീമിനോടാണ്, പക്ഷെ അവർ കളിച്ചത് ലോകത്തെ ഏറ്റവും മികച്ച ടീമിനോടാണ്. അതായത് അദ്ദേഹം സ്വയം പ്രഖ്യാപിക്കുകയാണ് ലോകത്തെ ഏറ്റവും മികച്ച ടീം ഞങ്ങളാണെന്ന്. എന്ത് പറയുന്നു ആ ഒരു പ്രസ്താവന? നമ്മൾ ഈ ഫ്രാൻസ് എന്ന് പറഞ്ഞ ടീമിനെതിരെ ഫ്രാൻസിൻ്റെ ടീം കുറിച്ച് നമുക്കറിയാം. ഇപ്പോൾ രണ്ട് ടീമുകളും നമ്മൾ യൂറോപ്പിലെ ഫുട്ബോൾ പവർ ഹൗസുകളാണ്. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ ഇപ്പോൾ യൂറോ കപ്പുകൾ, വേൾഡ് കപ്പിൽ, അതേപോലെ തന്നെ UEFA നാഷൻസ് കപ്പുകളിലൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തുള്ള ടീമുകളാണ് ഈ രണ്ടും. പക്ഷേ നമ്മൾ ഈ ഫ്രാൻസിനെതിരെ എന്തുകൊണ്ടാണ് കഴിഞ്ഞ 2-3 മത്സരങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ 10 മത്സരങ്ങളിൽ സ്പെയിൻ എന്തുകൊണ്ടാണ് എഡ്ജുള്ളത് എന്നുള്ളതിൻ്റെ ഒരു കാരണം വ്യക്തമാക്കുന്ന കളി കൂടിയാണെന്നുള്ളത്. ഫ്രാൻസിനോട് നിലം തുടിക്കാൻ നമ്മൾ സമ്മതിച്ചില്ല. എവിടെ ആക്ച്വലി നമ്മൾ ഫ്രാൻസിന്റെ ആ ഒരു ആക്രമണ നിര എവിടെയായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടോ? ആക്ച്വലി എന്താ പറയാ, എംബാപ്പനെ കണ്ടില്ല നമ്മൾ. ആക്ച്വലി കാര്യമായിട്ടൊന്നും കണ്ടില്ല. ഓൺ ടാർഗറ്റ്. അതേപോലെ ഒലീസെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട ആദ്യത്തെ കളിയാണ്. അത്രയും കളികളിൽ ആക്ച്വലി നമ്മള് ഒലീസ എന്ന് പറയുന്ന പ്ലെയറുടെ ഒരു മാജിക്കായിട്ട് ഒരുപാട് മൊമെന്റ്സ് കണ്ടു, ഒരുപാട് അസിസ്റ്റുകൾ കണ്ടു. ഡെമ്പല്ലെ എന്ന് പറയുന്നത് പലപ്പോഴും ചിത്രത്തിൽ എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് ടീമുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോട്ട്സ് ഓൺ ടാർഗറ്റ് എന്ന് പറയുന്ന സംഭവങ്ങൾ ഗോളി പരീക്ഷിക്കപ്പെടുന്ന നിലയിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ടായിരുന്നത് ഡേഞ്ചറസ് ആയിട്ട് ചില മൊമെന്റുകൾ, ഉനൈസിന്റെ ചില ഔട്ടിങ്ങുകൾ ഉണ്ടായിരുന്നു. 1-2 ഔട്ടിങ്സ്, എല്ലാ രീതിയിലുള്ള ഔട്ടിങ്സിന്റെ ഡേഞ്ചറസ് ആയിരുന്നു. പക്ഷെ അത് വളരെ രീതിയിൽ ക്ലിയർ ചെയ്തു. പക്ഷെ എങ്ങനെയാണ് ടാക്ടിക്കൽ ബ്രില്യൻസ് കൊണ്ട്, എങ്ങനെയാണ് ടെക്നിക്കൽ ക്വാളിറ്റി കൊണ്ട് ഒരു ടീമിനെ, ഫ്രാൻസിൻ്റെ പോലെയുള്ള ലീഡറുടെ ആക്രമണത്തെ തടഞ്ഞിട്ട് വിജയം കൊണ്ടുവരിക എന്നുള്ളത് സ്പെയിൻ എന്ന് പറയുന്ന ഒരു സ്പെക്ടാക്കുലർ ഡിസ്പ്ലേയിലൂടെ കാണിച്ചു തന്നു എന്നുള്ളതാണ്. അതായത് കളി കഴിഞ്ഞിട്ട് എംബാപ്പെ പറയുന്നുണ്ട്, ഞങ്ങളൊരു വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ എങ്ങനെ കളിക്കണോ അങ്ങനെ കളിച്ചിട്ടില്ല. ഞങ്ങളുടെ ഗെയിം പ്ലാൻ നടപ്പാക്കാൻ അവർ സമ്മതിച്ചില്ല. അവർക്ക് കൃത്യമായൊരു ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം എന്താണ് ഫ്രാൻസിൻ്റെ ഗെയിം പ്ലാൻ എന്തായിരുന്നു, സ്പെയിനിൻ്റെ ഗെയിം പ്ലാൻ എന്തായിരുന്നു? ഇതിൽ ഞാൻ പറഞ്ഞത് തന്നെ, രണ്ട് ടീമുകൾക്ക് ഗെയിം പ്ലാൻ. രണ്ട് ടീമുകൾ വളരെ സിമ്പിളായിട്ട് നമുക്കതിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. രണ്ട് ടീമുകൾ ഗെയിം പ്ലാനുമായിട്ട് വന്നു. ഒരു ടീമിൻ്റെ ഗെയിം പ്ലാൻ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ ആ ഗെയിം പ്ലാൻ പുറത്തെടുക്കാൻ സമ്മതിച്ചില്ല. അതേസമയം സ്പെയിൻ എന്ന് പറഞ്ഞ ടീം എന്ത് ചെയ്തു, അവരുടെ ഗെയിം പ്ലാൻ വളരെ വ്യക്തമായിട്ട് എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് നടക്കാൻ പറ്റും അതേ രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളതെന്ന് പറയാനുള്ളത്. പിന്നെ എന്താ പറയുക, ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് നമുക്ക് മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ്. ഇവരുടെ ഗെയിം പ്ലാൻ നമുക്ക് വളരെ വ്യക്തമാണ്. രണ്ട് ടീമുകളും തുടക്കത്തിൽ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ഇരു ടീമുകളുടെയും അറ്റാക്കിംഗ് ഫ്രണ്ടിന് എന്ത് ചെയ്യുക, അവിടെ ഫൈനൽ തേർഡിലേക്ക് എൻ്റർ ചെയ്യാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് നമുക്ക് കണ്ടത്. അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ഷോട്ട്സ് ഓൺ ടാർഗറ്റ് ഒന്നും കാണാൻ കഴിയാതിരുന്നത്. കണ്ടിട്ടില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ടെന്ന് വെച്ചെങ്കിൽ ആ ഒരു ഫൈനൽ തേർഡിലേക്കുള്ള ഒരു പെർമിഷന് അങ്ങോട്ടും ഇങ്ങോട്ടും നിഷേധിക്കുക എന്നുള്ള രീതിയിലാണ്. സ്റ്റിൽ നമുക്ക് സ്പെയിൻ നമ്മൾ കളിക്കുന്നത് കണ്ടു. എങ്ങനെയാണ് വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ പോലും എങ്ങനെയാണ് ബോൾ പാസ് ചെയ്യുമ്പോൾ, അത് അവരുടെ ടെക്നിക്കൽ ക്വാളിറ്റിയാണ്. അപ്പൊ ആ ഒരു സുപ്രീമസിയാണ് ആക്ച്വലി എന്ന് പറയുന്നത് നമുക്ക് അവരുടെ ഒരു ഡിസ്പ്ലേ നമുക്ക് കാണാൻ പറ്റിയെന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിൽ ഉണ്ടായിരുന്നത് കാര്യം വളരെ വ്യക്തമാണ്. സ്പേസ് കിട്ടിയാൽ ഓടിക്കയറാൻ കപ്പാസിറ്റി ഉള്ള മുന്നേറ്റ നിര, വെർട്ടിക്കലായിട്ട് ആക്രമിക്കുക, ഇതൊക്കെയാണ് ഫ്രാൻസിൻ്റെ ഒരു പ്ലാൻ എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം അതവർക്ക് പുറത്തെടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് എംബാപ്പെ തന്നെ പറഞ്ഞു. അപ്പോൾ സ്പേസ് കൊടുക്കാതിരുന്നതോടുകൂടി അവരുടെ പ്ലാൻ അവിടെ പരാജയപ്പെടുകയാണ് ചെയ്തത്. ഇന്നലെ ഫെർണാണ്ടോ മോറിയൻറ്റസ്
ഇതിനൊരു സൂചന തന്നിട്ടുണ്ടായിരുന്നു. ദിദിയർ ദശാമിനെ എനിക്ക് നന്നായിട്ട് അറിയാം, ഞങ്ങൾ മൊണോക്കോയിൽ ഒരുമിച്ചുണ്ടായിരുന്നു. ദശാമിൻ്റെ ഒരു പരിപാടി നല്ല ഫിസിക്കലായിട്ടുള്ള പ്ലേയേഴ്സിനെ മുന്നിൽ വെച്ചിട്ട് അവർ സ്പേസ് ഉപയോഗപ്പെടുത്തി ആക്രമിച്ച് കയറും. ഇത് ഡിലാഫ്യൂണ്ടെ ശ്രദ്ധിക്കണം എന്നുള്ളത്. ഡിലാഫ്യൂണ്ടെ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതിനുള്ള പരിപാടികൾ ഒരുക്കുകയും ചെയ്തപ്പോൾ സ്പേസ് കൊടുക്കാതിരുന്നതോടുകൂടി ഫ്രാൻസിൻ്റെ പരിപാടി അവിടെ തീർന്നു. അതേസമയം മറുഭാഗത്ത് വളരെ മികച്ച രൂപത്തിൽ അവരുടെ കളി സ്പെയിന് കളിക്കുകയും ചെയ്തു എന്നുള്ളിടത്താണ് കാര്യങ്ങൾ മാറിയത്. ശരി, നമുക്ക് കളിയിലേക്ക് വന്നാൽ ആ പെനാൽറ്റി കളി തിരിച്ചു എന്നൊരു ഫീൽ ഉണ്ട്. അതായത് അതോടുകൂടി ഫ്രാൻസ് പാനിക്കായോ? കളിയുടെ പൊസഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കളിയുടെ നിയന്ത്രണം സ്പെയിനിന്റെ അടുത്ത് തന്നെയാണ്. അവരുടെ പാസിംഗ് ഗെയിം തുടക്കത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഫ്രാൻസിന്റെ പൊതുവെ കളിശൈലി നോക്കുകയാണെങ്കിൽ അധികം പൊസഷൻ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. അവർ ട്രാൻസിഷൻ ഗെയിമാണ്, ക്വിക്ക് ട്രാൻസിഷൻ എന്നുള്ള രീതിയിലാണ് ആ കളി അനുവദിച്ചുമില്ല. പക്ഷെ സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ആധിപത്യം, പൊസഷന്റെ ആധിപത്യം, അവരുടെ ഗെയിം, പാസിംഗ് ഗെയിം, ഇതിനിടയിൽ കൂടി ആക്ച്വലി എന്താ പറയുക വന്ന ഒരു നീക്കത്തിൽ വന്ന സംഭവമാണത്. ആക്ച്വലി ആ ഒരു പെനാൽറ്റി എന്ന് പറയുന്നത്, പെനാൽറ്റി അത് എന്താ സംഭവം, പെനാൽറ്റി ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റൂൾ ലോ വെച്ച് നോക്കി പെനാൽറ്റി ആണ്. എന്തുകൊണ്ടാണ് ബോക്സിൽ അത് ഞാൻ ചോദിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മുടെ ദിദിയർ ദശാം കളിക്ക് ശേഷം പറഞ്ഞു അത് ഒരു പെനാൽറ്റി ആണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതായത് റഫറി ഈ സെമി ഫൈനലിന് സ്റ്റാൻഡേർഡുള്ള റഫറി ആയിരുന്നോ എന്നൊക്കെ മാധ്യമങ്ങളോട് ഇങ്ങോട്ട് തിരിച്ചു ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്താണെങ്കിലും ഒരു തർക്കം ഉന്നയിക്കാനുള്ള കാരണം. ഒന്ന് ഫസ്റ്റ് ഓഫ് ഓൾ അത് ഒന്ന് നടന്നത് ബോക്സിനകത്ത് വെച്ചാണ് എന്നുള്ളത്. മറ്റൊന്ന് സംഭവിച്ചെങ്കിൽ വളരെ ക്ലിയർ കോണ്ടാക്ട്, ഒരിക്കലും നമുക്കതൊരു റിവ്യൂ ചെയ്തിട്ട് നമ്മൾ കോണ്ടാക്ട് ഉള്ളതാണെന്നുള്ളതാണ്. പക്ഷെ അത് ഡെലിബറേറ്റ് ആണോ അല്ലയോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ അവിടെ സംഭവിച്ചത് കണ്ടിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. ബോളിന് മാത്രമാണ്. അതാണ് ലൂക്കഡിഞ്ഞ ആക്ച്വലി നമ്മളൊരു വളരെ കെയർലെസ് ആയ രീതിയിലുള്ള ഒരു ക്ലിയറൻസിന് വേണ്ടി ശ്രമിച്ചതാണ്. അപ്പോൾ അവിടെ വേണ്ടിയിരുന്നത് ആ ലൂക്കാഡിഞ്ഞ എന്താണ് അവരുടെ ആറ്റിറ്റ്യൂഡ്, അതിനുള്ളൊരു പെനാൽറ്റിയാണ്. ആ ശിക്ഷയാണ് ആക്ച്വലി അവിടെ നടന്നിട്ടുണ്ട് കിട്ടിയിട്ടുള്ളത്. അർത്ഥത്തിൽ അതിനെടുക്കണം. പിന്നെ ബോക്സിൽ അങ്ങനെ ഒരു കോണ്ടാക്ട് വന്നാൽ അത് എന്തായാലും പെനാൽറ്റി തന്നെയാണെന്ന് സംശയമില്ല. പക്ഷേ ഇതൊരു ട്രെയിനിങ് ഗ്രൗണ്ടിലൊക്കെ ബോൾ ഇങ്ങനെ നമ്മൾ ചെസ്സിൽ ട്രാപ്പ് ചെയ്തൊക്കെ ഇങ്ങനെ അടിക്കുന്ന പോലെ വളരെ അനായാസം ഭയങ്കര സമയമെടുത്ത് അയാൾ ക്ലിയർ ചെയ്യാൻ പോയി എന്നുള്ളതാണ്. ഒട്ടും അവെയർ ആയിരുന്നില്ല അപ്പുറത്തുനിന്ന്. യമാൽ അത് കറക്റ്റ് ക്രിയേറ്റ് ചെയ്തെടുത്താണ്. യമാൽ അത് അടി കൊള്ളും എന്ന് വിചാരിച്ച് തന്നെ ഓടിക്കയറി കൊടുത്താണ്, അടി കിട്ടാനും പെനാൽറ്റി വാങ്ങാനുമായിട്ട്. ആ ഒരു ബ്രില്യൻസിലാണ് ആ ഒരു പെനാൽറ്റി വന്നത്. ആ പെനാൽറ്റി വന്നതോടുകൂടി ശരിക്കും പറഞ്ഞാൽ ഫ്രാൻസ് പാനിക്കായി. പിന്നെ ഫ്രാൻസിന് ഒന്നും ചെയ്യാൻ പറ്റി. ഫ്രാൻസിന്റെ താളം നഷ്ടപ്പെട്ടു. ഫ്രാൻസ് എത്രമാത്രം വൾണറബിൾ പിന്നെ നമ്മൾ മനസ്സിലാവണം നമ്മളെപ്പോഴാണ്. അതായത് ഫ്രാൻസിന്റെ ഡിഫൻസ് എക്സ്പോസ് ചെയ്യപ്പെടുന്നത്, അവർ മിഡ്ഫീൽഡ് എത്ര ആഴുണ്ട് നമ്മൾ അത് എക്സ്പോസ് ചെയ്യപ്പെട്ടത്, ഈ സംഭവങ്ങളൊക്കെ പിന്നെ തുടർന്നാണ്. ആ രണ്ടാമത്തെ ഗോളിലേക്ക് പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, സാലിബക്ക് പരിക്കേറ്റി പോയി. അത് അവർക്ക് ഒരു തിരിച്ചടിയായി പോയി. ഒരു ഗോളിന് ശേഷമാണ് നമ്മളിപ്പോ പോർച്ചുഗലിന്റെ ഒരു കളി, സ്പെയിന്റെ കളി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന സ്പെയിൻ അങ്ങനെ മെൻഡസ് ചെയ്ത ശേഷമാണ് സ്പെയിൻ അടിച്ചത് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അവിടെ ആ സമയം അവസാനമാണ് സ്പെയിൻ അടിക്കുന്നത്. മെൻഡസ് പോയിട്ടുണ്ടായിരുന്നു അതിന്റെ മുമ്പ്. യെസ്. അപ്പോൾ അതേപോലെ തന്നെ എന്താ പറയുക, ഗോൾ അടിച്ചിന് ഇവിടെ ഒരു ഗോൾ അടിച്ചതിന് ശേഷമാണ് ആര് കയറുന്നത്, സാലിബ് കയറുന്നത്. എനിക്ക് തോന്നുന്നു സാലിബക്ക് ഒരു തിരിച്ചുവരവ് ഇനി ടീമിന് തിരിച്ചൊരു സാധ്യമല്ലേ സ്പെയിനിട്ടിനി എന്നുള്ളതും കൂടി ഒരു പക്ഷെ മനസ്സിലൂടെ കടന്നു പോയിട്ടോ സംശയം ഉണ്ട് എന്നുള്ളതാണ്. ഇഞ്ചുറി തന്നെയാണ് ആൾക്ക്, നേരത്തെ ഇഞ്ചുറി ഉണ്ട്, ഫിറ്റ് അല്ലാതെ ഇറക്കിയതാണ്. അപ്പൊ പിന്നെ ഇനി ഒരു റിസ്ക് എടുക്കണ്ട എന്ന് തോന്നിയതാവാം എന്നുള്ളതാണ്. കാരണം അത് അങ്ങനെ പിന്നെ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. കാരണം ഇനി മുന്നോട്ടുള്ള പോക്കിനൊക്കെ പരിക്ക് വഷളാവുന്ന ഒരവസ്ഥ ഉണ്ടാവും. കാര്യമില്ലാതെ റിസ്ക് എടുക്കേണ്ടതില്ലല്ലോ എന്നുള്ളതാണ്. അതും കൂടി ഫ്രാൻസിന് ഒരു പക്ഷേ തിരിച്ചടി ആയിട്ടുണ്ടാവും. പക്ഷേ അതുകൊണ്ട് മാത്രമല്ല ഇത് സംഭവിച്ചിട്ടുള്ളതാണ്. ഇപ്പം നമുക്ക് പെഡ്രോ പോറോയുടെ ഗോളിലേക്ക് ഒന്ന് വരാം. അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അതൊരു സൂപ്പർ ഗോളല്ലേ, അതിൻ്റെ ഒരു തല ശരിക്കും പറഞ്ഞാൽ ഓൾമോ അല്ലേ? യെസ്, ഓൾമോണ് ആ ഫൈനൽ ത്രൂ ബോൾ കൊടുക്കുന്നത്. പെഡ്രോ ബോൾ തന്നെ പാസ് കൊടുത്തിട്ട് ത്രൂ ബോൾ സ്വീകരിച്ചിട്ട് ഗോൾ അടിക്കുകയാണ് ചെയ്തത്. ഒരു അബ്സല്യൂട്ട് ടീം, നല്ലൊരു ടീം ഗോളാണത്. ആ ഒരു ആക്ച്വലി എന്താ പറയുക, ഫൈനൽ ടച്ച്, ഫൈനൽ ത്രൂ ബോൾ ഓൾമോ കൊടുത്തിട്ടുള്ളത് വളരെ ഭംഗിയുള്ള ഗോൾ, ഒന്നാന്തരം ഫിനിഷിംഗ് ആണത്. ഡിലാഫ്യൂണ്ടെ പെഡ്രോ പോറോക്ക് കൊടുത്ത ഒരു ട്രസ്റ്റിന് തിരിച്ചു കിട്ടിയോ? യാതൊരു സംശയമില്ലല്ലോ. നമ്മളിപ്പോൾ സ്പെയിനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇൻഡിവിജ്വൽ ഒരിക്കലും ഒരാളെ നമ്മൾ എടുത്തു കാണിക്കാന്ന് പറ്റില്ല. ഇപ്പം ടീമത്തോ കാണിക്കുമ്പോൾ നമ്മൾ യമാൽ അതേപോലെ തന്നെ ആക്ച്വലി എന്താ പറയുക, നമ്മൾ അവരൊരു യങ് സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിൽ കാണിക്കാറുണ്ട്. പക്ഷേ സ്പെയിനിൽ നമ്മളെപ്പോഴും ഒരാളല്ല നമ്മൾ കാണിക്കുന്നത്, ഒന്നോ രണ്ടോ ആളുകളല്ല, അവരൊരു യൂണിറ്റ് ടീമാണ്.
ഒരു ടീമായിട്ടാണ് അവരുടെ ഗെയിം എന്ന് പറയുന്നത്. അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് അവർ നടപ്പാക്കുകയും ചെയ്യുന്നുള്ളതാണ്. ചില പ്രത്യേക ഘട്ടങ്ങളിൽ ചിലർ അവതരിക്കുന്നു പറഞ്ഞ പോലെയാണ് സ്പെയിൻ്റെ കാര്യം. അതാണ് പെഡ്രോ പോറോ അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളുമാണ്. കാരണം അതേ ഇതിനു മുമ്പ് 19 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് 0 ഗോളുകളാണ്. വേൾഡ് കപ്പിൻ്റെ ഈ നോക്കൗട്ട് സ്റ്റേജിൽ 4 കളികളിൽ നിന്ന് 2 ഗോളുകളാണ്. അപ്പോൾ ഒരു റൈറ്റ് വിങ് ബാക്ക് ഇങ്ങനെ 2 ഗോളൊക്കെ അടിച്ച് അറ്റാക്കിങ്ങിൽ അദ്ദേഹം വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്നു, ഡിഫെൻഡ് ചെയ്യുന്നു. സ്പാനിഷ് മാധ്യമങ്ങൾ ഇപ്പോൾ പറയുന്നത് ബെറ്റർ ദാൻ കഫു എന്നാണ്. എന്ത് പറയുന്നു? അത് മീഡിയകളുടെ കളിയാണ്. സ്റ്റിൽ നമ്മൾ എന്താ പറയുക, പെഡ്രോ പോറോ എന്ന് പറയുന്നത് നല്ല പെർഫോമൻസ് ആണ്, നല്ല കാഴ്ച വെച്ചിട്ടുള്ളത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഇൻഡിവിജ്വൽ അങ്ങനത്തെ ഒരു കമ്പാരിസന്റെ അർത്ഥമില്ല. കഫ് എന്ന് പറയുന്ന ഒന്നും കൂടി വേറെ ലെജൻഡാണ്. അതേപോലെ തന്നെ കരിയർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലെങ്തി കരിയർ, അതിലൂടെയുള്ള പെർഫോമൻസുകളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. 3 വേൾഡ് കപ്പിന്റെ ഫൈനൽ. പെഡ്രോ പോറോ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇതിൽ കമ്പയർ ചെയ്യപ്പെടാനൊന്നും ആയിട്ടില്ല ഒരിക്കലും. അത് ഇവർ പറയുന്ന ബേസ് എന്താണെന്നറിയോ? കഫ് വേൾഡ് കപ്പിൽ ഗോൾ അടിച്ചിട്ടില്ല, പെഡ്രോ പോറോ 2 ഗോൾ അടിച്ചു, അപ്പം ബെറ്റർ ദാൻ കഫ് എന്നാണ്. അതൊരിക്കലും നമ്മളിപ്പോ ടീമുകളുടെ ഗ്രീസ് എന്ന ടീം യൂറോ കപ്പ് നേടിയിട്ടുണ്ട്, ബെറ്റർ ദാൻ സ്പെയിൻ എന്ന് പറയും. ബെറ്റർ ദാൻ സ്പെയിൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് അത്രേ ഉള്ളൂ. അത് മാധ്യമങ്ങൾ ആ രൂപത്തിൽ പൊലിപ്പിച്ചെടുക്കുന്നതാണ്. ഏതായാലും ഇപ്പോൾ വേൾഡ് കപ്പിൽ അദ്ദേഹം ബെറ്ററായി കളിക്കുന്നുണ്ട്. കഫുവിനേക്കാൾ മേലെയാണോ എന്നുള്ളത് എന്തായാലും പറയാനായിട്ടില്ല. ഇനി ഒലീസയുടെ കാര്യത്തിൽ ഇപ്പം മിനോ റിയോള ഫ്രാൻസിൽ ഭയങ്കര ക്രിട്ടിക്കാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നൊന്നും ശരിയല്ല. എംബാപ്പെ ഒലീസെ ഫ്രാൻസിൻ്റെ ചരിത്രത്തിൽ കിട്ടിയ ഏറ്റവും മികച്ച പാർട്ട്ണർഷിപ്പാണ്, ഡ്യുവോ ആണെന്ന് വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു കാര്യമില്ല, ഇവന്മാരൊക്കെ സ്പേസൊക്കെ കിട്ടുമ്പോൾ കംഫർട്ടബിളായിട്ട് ബോൾ പാസ് ചെയ്യാൻ പറ്റുമ്പോൾ മാത്രമേ ഒലീസയൊക്കെ കളിക്കുന്നുള്ളൂ. ഈ മാൽഡീനി പ്ലാറ്റിനി നമ്മുടെ സിനദിൻ സിദാൻ എന്നിവരൊക്കെ ഇരിക്കുന്ന ആ ടേബിളിലേക്ക് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് പെടുത്തേണ്ട ആളാണ് ഒലീസ എന്ന് വരെയൊക്കെ പറഞ്ഞവരുണ്ട്. അവിടെയല്ല, കിച്ചണിൽ ഇരുത്തേണ്ട ആളാണെന്നാണ് റിയോളയുടെ ഒരു പ്രസ്താവന. അത്ര മോശമായിരുന്നു ഒലീസ. അതിനോട് ഞാൻ ഒരിക്കലും യോജിക്കണില്ല. ഒലീസെ നമുക്ക് ഈ വേൾഡ് കപ്പിൽ ഇതുവരെയുള്ള കളികളിൽ നമുക്ക് എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്തതെന്ന് നമുക്കറിയാൻ പറ്റും. നല്ല ഒന്നാം തരം കളി കളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ ഗോൾ അടിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഒലീസയുടെ കാര്യത്തിൽ. പക്ഷേ എംബാപ്പയുടെയും അതേപോലെ തന്നെ എംബാപ്പയും ഒലീസയും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് അറിയാം, അവരുടെ റിലേഷന്. പിന്നെ അതേപോലെ ഡെമ്പലിലേക്കും ഒക്കെ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് ഈ ഗോൾ കോൺട്രിബ്യൂഷൻ വളരെ അസിസ്റ്റ് ചെയ്യുക ചെയ്തിട്ടുള്ള പ്ലെയറാണ് ഒലീസ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൂർണമെന്റിൽ ഈ കളിയിൽ ഒരുപക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചെങ്കിൽ ഒരു മറുവശം കൂടി നമ്മൾ ആലോചിക്കണം. സ്പെയിൻ എങ്ങനെയാണ് കളിച്ചതെന്നുള്ളതാണ്. അതിപ്പോൾ ഒരു ഒലീസയെ മാത്രം നമുക്ക് അവിടെ നമ്മൾ വിക്ടിമാക്കാൻ കഴിയില്ല. എന്താ ചെയ്ത് ഡെമ്പലിൽ എന്താ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്? അതേപോലെ തന്നെ കാര്യമായിട്ട് ചെയ്യാൻ പറ്റും. ബാർക്കളൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല. തുടക്കത്തിലുള്ള ഒരു 1-2 മുന്നേറ്റങ്ങളൊക്കെ ചെയ്തു, പക്ഷെ ഒന്നും ടാർഗറ്റിൽ എത്തിക്കിട്ടില്ല. ഇവിടെ ഒന്നും ഷോട്ടുകൾ ഒരു ടാർഗറ്റിലേക്കുള്ള ഒരു ഷോട്ട് പോലെ എംബാപ്പയ്ക്ക് ഒരു ടാർഗറ്റിലേക്ക് ഒരു ഷോട്ട് തീർക്കാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഒലീസ എന്ന് പറയുന്ന ഒരു പ്ലെയറെ മാത്രം, ഒരു ക്രിയേറ്റീവ് പ്ലെയറാണ്, ആ പ്ലെയറെ മാത്രം അതിലിപ്പോൾ ഒരു വിക്ടിമാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഫ്രഞ്ച് ടീം ഒന്നടങ്കം പരാജയപ്പെടുകയാണ് ചെയ്തത്. അല്ലാതെ അതിൽ ഒരു താരത്തെ മാത്രം നമ്മളിങ്ങനെ സിംഗിൾ ഔട്ട് ചെയ്തിട്ട് അയാളെ പറയുന്നതിൽ ഒരു അർത്ഥമില്ല. ടീം മൊത്തത്തിൽ എംബാപ്പെ പറഞ്ഞ പോലെ ഒരു വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ കളിക്കേണ്ട രീതിയിലല്ല ടീം കളിച്ചത് എന്നുള്ളതാണ് അവിടെ സംഭവിച്ചത്. സ്പെയിനിൻ്റെ മധ്യനിര കളി ശരിക്കും പിടിച്ചു. ഫാബിയൻ റൂയിസ് ആണെങ്കിലും റോഡ്രി ആണെങ്കിലും ഒക്കെ അടക്കി ഭരിച്ചു. എന്ത് പറയുന്നു? ആ ഒരു മിഡ്ഫീൽഡിലല്ലേ ശരിക്കും. അതല്ലേ നമ്മൾ പറഞ്ഞാണ്, സ്പെയിനിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവരുടെ മിഡ്ഫീൽഡറാണ്. മിഡ്ഫീൽഡ് അവർ നിയന്ത്രിക്കും എന്നുള്ളതിൽ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എഡ്ജ് ഫ്രാൻസിന് നമ്മളൊരു എഡ്ജ് പറയുന്നുണ്ടെങ്കിൽ കൂടി അവരുടെ ഒരു അറ്റാക്കിൽ എപ്പോഴും ഗോളിലേക്ക് അല്ലെങ്കിൽ ഗോളാകാൻ സാധ്യതയുള്ള ഷോട്ട് ഉതിർക്കാൻ സാധ്യതയുള്ള പ്ലേയേഴ്സ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്, അത്രമാത്രം അപകടകാരികളാണെന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ അതേസമയം സ്പെയിനിനെ സംബന്ധിച്ചുള്ള എപ്പോഴും അവരെങ്ങനെയാണ് ഒരു കളി നിയന്ത്രിക്കുക എന്നതിനെ കുറിച്ച്, മിഡ്ഫീൽഡ് നിയന്ത്രിക്കുക എന്നതിനെ കുറിച്ച് നല്ല കാരണം അത്രമാത്രം ടെക്നിക്കലി സുപ്രീമാണ് അവരുടെ ഒരു മിഡ്ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പറയും ഇതിൻ്റെ കൂടെ നമ്മൾ ലാഫുവെൻ്റെയുടെ വരവ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെയിനിന് നൽകിയിട്ടുള്ള ഒരു ടാക്ടിക്കലായിട്ടുള്ള ഒരുപാട് ആക്ച്വലി എന്താ പറയുക ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പെയിൻ്റെ ആ രീതിയിലുള്ള ഒരുപാട് അനുകൂലമായിട്ടുള്ള ഘടകങ്ങളുണ്ടെന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ലാമിൻ യമാൽ പറഞ്ഞ പോലെ ഞങ്ങൾ 3 കളി തുടർച്ചയായിട്ട് ജയിക്കും, അതല്ല ഫ്രാൻസ് വേൾഡ് കപ്പ് 3ാമത്തെ ഫൈനലിലേക്ക് പോകുമെന്നുള്ള ആൾ നമുക്ക് കാണാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫൈനലിൽ ഇംഗ്ലണ്ടാണോ അർജൻറ്റീനയാണോ സ്പെയിനിന് എളുപ്പമാകുക? അപ്പം സ്പാനിഷ് മാധ്യമങ്ങൾ പറഞ്ഞ അർജൻറ്റീന വരട്ടെ, ഇംഗ്ലണ്ടിനെ നമ്മൾ യൂറോ കപ്പിലൊക്കെ കണ്ടതല്ലേ,
അർജന്റീന വരട്ടെ, അതാണ് എളുപ്പം എന്ന രൂപത്തിൽ അവർ പറയുന്നു. എന്ത് പ്രതീക്ഷിക്കുന്നു? ആരായി? അർജന്റീന പറയുന്നുണ്ട്. അർജന്റീനിയൻ ഫാൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിയോ, അവിടെ ഞങ്ങൾക്ക് സ്പെയിന് വന്നത് കൊണ്ട് ഒന്നുകൂടി എളുപ്പം, സ്പെയിന് വരുന്നതാണ് എളുപ്പം, ഫ്രാൻസിനാണ് പലരും പറയുന്നുണ്ട്. ഫ്രാൻസിനെയും ജർമ്മനിയൊക്കെ വരുമ്പോൾ ഒരു ഭയമാണ്, ഒരു പേടിയാണ്. ജർമ്മനിയൊക്കെ ആകുമ്പോൾ സ്പെയിനിന് അത്ര ഭയമല്ല, ഈസി ആയിട്ട് കളിക്കുക എന്നുള്ളത്. സ്പെയിൻ സാറ് ഒന്ന് അർജന്റീന കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പൊ അങ്ങനെ കളിൻ്റെ. അത് മാത്രമല്ല, സ്പെയിനിൻ്റെ ഇപ്പോഴത്തെ ഒരു കളി രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മളിങ്ങോട്ട് ഈ 2002 അവിടുന്ന് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് എസ്പെഷ്യലി ലാഫുവൻ്റെ വന്നതിന് ശേഷമുള്ള സ്പെയിനിൻ്റെ കളി രീതി എന്ന് പറയുന്നത് വെറും പൊസിഷൻ ബേസ്ഡ് മാത്രമല്ല, അവരുടെ കളിയിൽ ആ ഒരു ടെക്നിക്കലി ആക്ച്വലി ഒരുപാട് ക്വാളിറ്റി എന്ന് പറയുന്നത് ഒന്നുകൂടി കൂടിയിട്ട്. അത് മാത്രമല്ല, അവർ ഇപ്പോൾ ഒന്നുകൂടി ഡൈനാമിസം കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ ആ മുന്നേറ്റത്തിൽ ഒരു ഡൈനാമിസം അതുകൂടിയാണ്. ആരും എപ്പോഴും എങ്ങനെയും ഗോളടിക്കാം എന്നുള്ള ഒരു രീതി ഉണ്ടാവില്ലേ എന്നുള്ളതാണ്. മാത്രമല്ല, അവർ കൃത്യമായിട്ട് താരങ്ങളെ പ്ലേസ് ചെയ്യുന്നുണ്ട്. അതായത് പെഡ്രോ പോറയെ റൈറ്റ് വിങ് ബാക്ക് ആക്കുന്നു, ഒരു ഘട്ടം കഴിവ്, പിന്നെ അദ്ദേഹത്തെ സ്ഥിരമാക്കുന്നു. അതുപോലെ തന്നെ ഫാബിയൻ റൂയിസിന് ഇപ്പോൾ പെഡ്രിയെ ഫസ്റ്റിൽ വന്ന് മാറ്റിയിട്ട് ഫാബിയൻ റൂയിസിനെ കളിപ്പിക്കുന്നു. നിക്കോ വില്യംസിന് പരിക്ക് പറ്റി, ഓക്കെ, നോ പ്രോബ്ലം. അലക്സ് ബെയ്ന കൃത്യമായിട്ട് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നു. ഫെറാൻ ടോറസ് അല്ല, ഒയർസബാൾ ബോളടിക്കാൻ വേണ്ടി അവിടെ വരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളൊരു പോക്കാണ്. സ്പെയിന് കൊണ്ടുപോകുമോ, കപ്പ് കൊണ്ടുപോകുമോ? ഇന്നലത്തെ കളി രീതി വെച്ചിട്ട് സ്പെയിനിൻ്റെ ഒരു പെർഫോമൻസ് വെച്ചിട്ട് സ്പെയിന് കപ്പടിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ഇംഗ്ലണ്ട് വന്നു കഴിഞ്ഞാലും കാരണം അത് എങ്ങനെ അവർക്ക് ഹാൻഡിൽ ചെയ്യുക, ഡീൽ ചെയ്യുന്നതിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ട്. കാരണം യൂറോപ്യൻ കപ്പിൽ കാരണം അത്രമാത്രം ബിഗ് സ്റ്റേജിൽ ഹാൻഡിൽ ചെയ്തിട്ട് വലിയ ടീമുകളെ മറികടന്നിട്ട് കപ്പ് നേടിയിട്ടുള്ള അനുഭവം റീസെൻ്റ്ലി ഉള്ളത് സ്പെയിനിന് യാതൊരു സംശയമില്ല. നമ്മൾ യൂറോ കപ്പാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞപ്പോൾ ഒരു 4-5 വർഷത്തിനിടയിൽ നോക്കുകയാണെങ്കിൽ മേജർ ടൂർണമെൻറ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറോ കപ്പിലാണെന്നുണ്ടെങ്കിലോ യുഎഫ നാഷൻസ് കപ്പിലാണെന്നുണ്ടെങ്കിലോ കഴിഞ്ഞ വർഷം യുഎഫ നാഷൻ പോർച്ചുഗലിനോട് തോറ്റു. പക്ഷേ അത് ടൈ ബ്രേക്കറിലാണ്, ഷൂട്ടൗട്ടിലാണ് തോൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ വലിയ സ്റ്റേജുകളിൽ എപ്പോഴും ഡീപ്പ് പോയി ഫൈനലിലൊക്കെ സെമി ഫൈനലിലേക്ക് എത്തുകയും അവർ ചെയ്യുന്നുണ്ട്. അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതിനെ കുറിച്ച് നല്ല വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ട്. അപ്പോൾ സ്പെയിന് പോലെ അർജന്റീന നിലവിലെ കേസിലൊക്കെ അർജന്റീനൻ്റെ നമുക്ക് പറയാൻ പോകുന്നുണ്ട് എന്താണെന്ന്. പക്ഷേ അർജന്റീനയുടെ ഒരു വിഷയം നിലവിലിപ്പോൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇപ്പോഴത്തെ അർജന്റീന സ്പെയിനിൻ്റെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ അർജന്റീനക്ക് നല്ല പണിയായിരിക്കും, നല്ല യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും. അപ്പോൾ അതാണ് സാറിൻ്റെ ഒരു നിരീക്ഷണം. ഈ പോക്ക് പോവുകയാണെങ്കിൽ സ്പെയിന് കപ്പടിക്കുന്നതാണ്. പക്ഷെ അതിലൊരു വ്യക്തത വരണമെങ്കിൽ 2ാം സെമി ഫൈനലിൽ ആര് ജയിക്കും, ആരാണ് ഫൈനലിൽ എതിരാളി എന്നറിഞ്ഞെങ്കിലാണ് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു വിഷയത്തിലേക്ക് പോകാൻ പറ്റുക. അപ്പം ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അർജന്റീനയുടെ പ്രിവ്യൂ ആയിട്ട് ഉടൻ വരാം.